മറ്റു വാർത്തയിലേക്ക് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതിന് നന്ദി പറഞ്ഞ സിസ്റ്റർ റാനറ്റ്. സർക്കാരിനും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദിയുണ്ട്. ആവശ്യപ്പെട്ട അഭിഭാഷകനെ തന്നെയാണ് സർക്കാർ അനുഭവിച്ചു തന്നതെന്നും സിസ്റ്റർ റാനറ്റ് പറഞ്ഞു. ഞങ്ങളുടെ കേസിൻ്റെ തുടർ നടപടികൾക്കായിട്ട് ഞാനൊരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി. സർക്കാരിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതറിഞ്ഞ് സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒപ്പുശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഓരോ പൊതുസമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശ്രീജിത്ത്, ദീർഘകാലമായുള്ള സിസ്റ്ററുടെ ആവശ്യമായിരുന്നു ഇത്. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം, വലിയൊരു ഗ്യാപ്പിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ? കേസിൻ്റെ നീക്കം കുറച്ചുകൂടി വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. രഞ്ജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് ഒരുപാട് കാലത്തെ ആവശ്യമായിരുന്നു. ആ ആവശ്യം നടപ്പാകാതെ വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ അതിജീവിതയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ നേരിട്ട ഒരു പ്രതിസന്ധി എന്ത് എന്ന് വ്യക്തമാക്കേണ്ടി തന്നെ വന്നു. ഇതിന് പിന്നാലെയാണ് വളരെ ത്വരിതഗതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി BG ഹരീന്ദ്രനാഥിനെ, അത് ഈ കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ട അഭിഭാഷകൻ തന്നെയാണ് ഈ BG ഹരീന്ദ്രനാഥ്, അദ്ദേഹത്തെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കേസിൽ വലിയ അന്വേഷണവും റിപ്പോർട്ടും ഒക്കെ നടന്നെങ്കിൽ പോലും താഴെ ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കുന്ന നടപടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന് അപ്പീൽ പോവുകയും തുടർ നടപടികളും സ്വീകരിക്കണമെങ്കിൽ അതിശക്തമായ നിയമ നടപടി ആവശ്യമുണ്ട്. അതിന് ശക്തനായ അഭിഭാഷകൻ വേണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഫലത്തിൽ അംഗീകരിക്കപ്പെട്ടതിന് ഒരു നന്ദി പറയാനാണ് ഇന്ന് വീണ്ടും കന്യാസ്ത്രീ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. ഒപ്പം തന്നെ ഇതിനുവേണ്ടി ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പൊതുസമൂഹത്തിൽ വലിയ ഒപ്പുശേഖരണവും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. പണ്ട് കന്യാസ്ത്രീകൾ എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ വലിയ സമരം നടത്തിയിരുന്നതാണ്. അതിന് സമാന്തരമായിട്ടുള്ള സമരത്തിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി പുറത്തു വന്നിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് അടിയന്തര നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന കന്യാസ്ത്രീകളെ ഇപ്പോഴും ഈ സഭ അവഗണിക്കുന്ന സാഹചര്യമുണ്ട്. അവർ പട്ടിണി ആകുന്ന, അതായത് അവരുടെ സാമ്പത്തിക ക്ലേശമടക്കം അവർക്ക് മറ്റൊരു സഹായവും നൽകാത്ത നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡ് ഉൾപ്പെടെ അനുവദിക്കുന്ന നിലയിലേക്ക് ഒടുവിൽ സർക്കാർ എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിനും സിസ്റ്റർ നന്ദി പറയുകയാണ് ചെയ്തത്. എന്തായാലും ഇനി കേസ് കുറച്ചുകൂടി വേഗത്തിലാകുകയും ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഈ സിസ്റ്റർക്ക് നീതി ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചുള്ളത്. രഞ്ജിത്ത്, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.